ജോലി വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ കോടതി ജാമ്യാപേക്ഷ തള്ളിയിട്ടും കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് ഒളിച്ചുകളി തുടരുകയാണ്. കേസെടുത്ത് 30 ദിവസം പിന്നിട്ടിട്ടും പ്രശോഭിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മണ്ണാർക്കാട് SC/ST കോടതി ജാമ്യം നിഷേധിച്ചതോടെ പ്രതി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. തൻ്റെ പേരിൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നാണ് പ്രശോഭ് ഹർജിയിൽ വാദിക്കുന്നത്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി സംഭവത്തിൽ പോലീസിനോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 28-നാണ് ദളിത് യുവതിയുടെ പീഡന പരാതിയിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പ്രശോഭിനെതിരെ കേസെടുത്തത്. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചെന്നായിരുന്നു പ്രശോഭിനെതിരായ പരാതി. കേസെടുത്തതോടെ ഒളിവിൽ പോയ പ്രശോഭ് മുൻകൂർ ജാമ്യം തേടി മണ്ണാർക്കാട് SC/ST കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളിയിരുന്നു. പാലക്കാട് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രശോഭിനായി തിരച്ചിൽ നടത്തുന്നത്. അതിനിടെ പ്രതി പ്രശോഭ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു. തന്റെ പേരിൽ ചുമത്തിയിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നാണ് പ്രശോഭ് ഹർജിയിൽ വാദിക്കുന്നത്. ജോലി വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയാണെങ്കിൽ അതിൽ ജാതി ഒരു ഘടകമായി വരുന്നില്ലെന്നും അതിനാൽ SC/ST വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചുമത്താൻ കഴിയില്ലെന്നും ഹർജിയിൽ പറയുന്നു. പരാതിക്കാരിയായ യുവതിയുമായി ദീർഘകാലമായി അടുപ്പമുണ്ട്. ഈ ബന്ധം പുറലോകം അറിഞ്ഞപ്പോൾ മാത്രമാണ് തനിക്കെതിരെ പരാതി നൽകിയതെന്നും പ്രശോഭ് വത്സൻ ആരോപിക്കുന്നു. ഹർജി പരിഗണിച്ച ഹൈക്കോടതി സംഭവത്തിൽ പോലീസിനോട് വിശദമായ മറുപടി തേടിയിട്ടുണ്ട്. ഹർജിയിൽ കൂടുതൽ വാദം കേൾക്കുന്നതിനായി മെയ് 5-ാം തീയതിയിലേക്ക് മാറ്റി. പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലറായ പ്രശോഭിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ കണ്ടെത്താൻ സംസ്ഥാനത്ത് പുറത്തും അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും പോലീസിന് ഇതുവരെയും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് 18 പാലക്കാട്, കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.